ഹലോ നമസ്കാരം. ആഗ്രഹ സാഫല്യത്തിന് ഈ മന്ത്രം ജപിക്കുക. ഏപ്രിൽ 7 ഒരു സാധാരണ ദിവസമല്ല. ഇന്നാണ് ശക്തിയുടെ ദിനം, വരാഹി പഞ്ചമി. ഈ ദിവസം ഒരു ദിവസം ഭക്തിയോടെ പ്രാർത്ഥിച്ച ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വരാഹി ദേവിയുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പഞ്ചമി തിഥി. എല്ലാ മാസത്തിലെയും ശുക്ലപക്ഷ പഞ്ചമി ദിവസമാണ് വരാഹി പഞ്ചമിയായി ആചരിക്കുന്നത്. ഏപ്രിൽ 7 ചൊവ്വാഴ്ച മീനമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിയാണ്. ശത്രുപക്ഷ ദോഷം മാറാനും ആഗ്രഹ സാഫല്യത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങാനും ഈ ദിവസത്തെ പ്രാർത്ഥന അത്യുത്തമമാണ്. വരാഹി ദേവി രാത്രി പൂജ ഇഷ്ടപ്പെടുന്ന ദേവിയാണ്. അതിനാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കും. വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ദേവിക്ക് മുന്നിൽ ചുവന്ന പൂക്കൾ സമർപ്പിക്കുക. ചെമ്പരത്തിപ്പൂവാണ് ഏറ്റവും നല്ലത്. നെയ്വിളക്ക് തെളിയിക്കുന്നതും വളരെ ഗുണകരമാണ്. വരാഹിയമ്മൻ ദേവിക്ക് മഞ്ഞൾ വഴിപാട് നൽകുന്നതും നല്ലതാണ്. മഞ്ഞൾ ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രസാദങ്ങളിൽ ആയ ശർക്കര പായസം, ഉഴുന്നുവട, മരച്ചീനി, മധുരക്കിഴങ്ങ്, മാതുള നാരങ്ങ എന്നിവ നിവേദ്യമായി സമർപ്പിക്കാം. സപ്തമാതാക്കളിൽ ഏറ്റവും ശക്തിയേറിയ ദേവികളിൽ 5ാമത്തെ ഭഗവതിയായ വരാഹി ദേവിയെ ഭജിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് പഞ്ചമി. കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ അതിവേഗം പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ദേവി. ദാരിദ്ര്യം, കഷ്ടതകൾ അടക്കം 5 വിധത്തിലുള്ള ദുഃഖങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനാൽ ആണ് ദേവി പഞ്ചമിയായത്. ഐശ്വര്യം, വിജയം, സമ്പത്ത് ഇവയുടെ മൂർത്തരൂപമായ വരാഹി ദേവിയെ ആരാധിക്കാൻ ഏറ്റവും പ്രാധാന്യം പഞ്ചമി തിഥികളാണ്. വെറുതെ വരാഹി ദേവിയുടെ നാമം ചൊരിഞ്ഞാൽ മാത്രം മതി. ആ ക്ഷണത്തിൽ ഭയം മാറും, ദുഃഖവും സങ്കടവും അകലും. ഈ ദിവസം വരാഹി ഗായത്രി മന്ത്രം അല്ലെങ്കിൽ വരാഹി ദേവിയുടെ മൂലമന്ത്രം 108 തവണ ജപിക്കുന്നത് ഐശ്വര്യദായകമാണ്. മന്ത്രം ഇതാണ്: ഓം ക്രീം വരാഹി നമഃ. ദേവിയുടെ അനുഗ്രഹം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ന് തന്നെ മനസ്സോടെ പ്രാർത്ഥിക്കുക, നിങ്ങളെ കാക്കും.